സമാനതകളില്ലാതെ ദുരന്തം നടന്നതിൻ്റെ 4-ാം ദിവസമാണിന്ന്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തഭൂമി. അവിടെ അതിജീവനത്തിൻ്റെ പാതയിലാണ് അവിടെയുള്ള ഓരോ മനുഷ്യരും. അവിടെ രക്ഷാപ്രവർത്തനം എല്ലാ തരത്തിലും രക്ഷാദൗത്യം പുരോഗമിക്കുന്നുണ്ട്, തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്ന് 4 പേരെ ജീവനോടെ രക്ഷിക്കാനായി എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത. അവിടെ നിന്നും വന്ന ഒരു വാർത്ത. എല്ലാ തരത്തിലും ദുരിതാശ്വാസ ക്യാമ്പുകളും സജീവമാണ്. അവിടെ അവശ്യ വസ്തുക്കളെല്ലാം ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ ആസിഫാണ് അവിടെ നിന്നും അവിടെയുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ആസിഫ്, ഇന്നിപ്പോൾ 4 പേരെ രക്ഷിക്കാനായി എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്ത. ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടോ? അതുപോലെ തന്നെ തിരച്ചിലും ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും രക്ഷാപ്രവർത്തനം സജീവമായി നടക്കുകയാണ്. നമ്മൾ രണ്ട് പേരെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. 2 പേരല്ല, ഇന്നലെ ഒരു ടീമായി ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. നമ്മളുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ ആ കുട്ടികളെ അടക്കം രക്ഷിച്ചുകൊണ്ട് വരുന്ന അതീവ ദുഷ്കരമായ ദൃശ്യങ്ങൾ, മൊബൈൽ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത ആളുകളെ ഞങ്ങളിപ്പോൾ അവിചാരിതമായി കണ്ടുമുട്ടുകയായിരുന്നു. സാർ, ഇതെല്ലാവരും അത്ഭുതപ്പെടുത്തിയ ഒരു പ്രവർത്തനമാണ്. സാധാരണ നമ്മൾ സൈന്യത്തെക്കുറിച്ചും ഫയർഫോഴ്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഇന്നലെ നടത്തിയ ആ പരിശ്രമം, ആ കുട്ടികളുമായുള്ള ഒരു പരിശ്രമം, അത് ഏത് തരത്തിലാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി നമ്മൾ അങ്ങോട്ട് പോയത്? ഈ ഉരുൾപൊട്ടുണ്ടായ അന്ന് തന്നെ ഒരു അമ്മയും കുട്ടിയെ ഞങ്ങൾ കണ്ടിരുന്നു. ആ സമയത്ത് അമ്മയും കുട്ടി ഇവിടെ അരി തേടി വന്നായിരുന്ന കാര്യം അവർ നമ്മളത് പറഞ്ഞില്ല. പക്ഷെ അവർ 2 ദിവസം ഇതിലെ കാട്ടിലോട്ട് പോയെങ്കിലും വീണ്ടും അവർ തിരിച്ചു വന്നു. 3 ദിവസത്തിന് ശേഷം ഇന്നലെ രാവിലെ തിരിച്ചു വന്നപ്പോൾ യാദൃശ്യമായിട്ട് ഞങ്ങളുടെ മുന്നിൽ പെട്ടു അമ്മയും കുട്ടിയും. അമ്മയും 4 വയസ്സായിട്ടുള്ള മൂത്ത കുട്ടിയും. അവർ വളരെ ടയർഡായിരുന്നു. ഉടനെ ഞങ്ങളൊരു എസ്റ്റേറ്റ് പാടിയിൽ തൽക്കാലം താമസിപ്പിച്ചു. അവർക്കുള്ള ഭക്ഷണവും ഡ്രസ്സും കൊടുത്തു. അവരിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതിന് പുറപ്പെടുകയുണ്ടായത്. അപ്പോൾ ആ സ്ഥലം ഏരിയ ഞങ്ങൾ മുന്നേ പുത്തുമല ദുരന്തമുള്ള സമയത്ത് ഞാൻ കൽപ്പറ്റ റേഞ്ച് ഓഫീസറാണ്. ഇവിടെയുള്ള ഫോറസ്റ്റും ഞങ്ങൾക്ക് അന്ന് പങ്കെടുത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ താഴോട്ട് ഇറങ്ങാമെന്നുള്ള ഒരു ദിശ മനസ്സിലാക്കിയിട്ട് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയുണ്ട്. അതിന് ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് 2 കയറ് കിട്ടി. അതായിരുന്നു നമ്മുടെ ആയുധം. ഒരു 20 മീറ്ററിൻ്റെ. പക്ഷേ നമുക്ക് ഒട്ടും മറ്റുള്ള ഒരു തയ്യാറെടുപ്പിന് സമയം കിട്ടിയില്ല. കാരണം നമ്മുടെ എത്രയും പെട്ടെന്ന് അവിടെ പോകാമെന്നുള്ള ലക്ഷ്യമായിരുന്നു. കാരണം ഇവർ 2-3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. കുട്ടികൾ, അതവിടെ ഈ പാറപ്പൊത്തിലിരിക്കുന്ന കുട്ടികളാണ്. അച്ഛൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സായ കുട്ടികളാണ്. ഇവർ ഉടനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തൂങ്ങിയിറങ്ങി, കയറ് കെട്ടി തൂങ്ങിയിറങ്ങാണ് ഉണ്ടായത്. ഒരു ഏകദേശം 7 കിലോമീറ്ററോളം ദൂരം വരും. അത് ഒരു ചെങ്കുത്തായ പാറകൾ തന്നെയാണ്. അധികം ഒരു 80-90% പാറയാണ്. പല ഭാഗത്തും പൊട്ടിയിട്ടുണ്ട്, മഴ പെയ്യുന്നുണ്ട്, സ്ലിപ്പാവുന്നുണ്ട്. ഏതായാലും ആ കയറും ഞങ്ങൾ രക്ഷിച്ചു. കയറിനും അത്ര ബലവത്തായ കയറല്ലായിരുന്നു. അവിടെ ഞങ്ങൾ കറക്റ്റ് ഒരു 4 മണിക്കൊണ്ട് എത്തിയ സമയത്ത് വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയായിരുന്നു. 2 കുട്ടികൾ അടുപ്പിൻ്റെ സൈഡിലിരുന്നിട്ട് ഇരിക്കുകയായിരുന്നു. ഡ്രസ്സില്ല. മറ്റേ 3ാമത്തെ കുട്ടിയുടെ കിടക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ അവിടെ ഒരു തുണിയിലുള്ളിൽ പൊതിഞ്ഞ് അവിടെ തണുപ്പ് സഹിക്കാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് ഡ്രസ്സില്ലായിരുന്നു. ഉടനെ ഞങ്ങൾ കണ്ട ഉടനെ അവരെ വാരിയെടുത്ത് ഞങ്ങളുടെ അടുത്തുണ്ടായ ബെഡ്ഷീറ്റ് കീറി അവരെ മാറോട് ചേർത്ത് ഞങ്ങൾ കെട്ടി ഞങ്ങൾ ബലവത്താക്കിയതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോരുകയുണ്ടായത്. കയറുന്ന സമയത്തും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. കാരണം കുട്ടികളെയും കൊണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ റിസ്കി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതെങ്ങനെ പറഞ്ഞറിയിക്കുക എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുഴയാണ് കാണുന്നത്. ഈ വെള്ളമെല്ലാം ഒഴുകി അങ്ങോട്ട് ഒന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ താഴോട്ട് പോകും. അപ്പോൾ നമ്മളൊക്കെ അത് കാണുമ്പോൾ ആദ്യം വിചാരിക്കുക സൈനികരാണെന്ന്. കാരണം അത്ര ദുഷ്കരമായൊരു ദൗത്യം നമ്മൾ വിചാരിക്കുക സൈനികരൊക്കെ ആണ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തിയതായിരുന്നു നമ്മുടെ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു പ്രവർത്തനം. നമ്മുടെ ആ ടീമിൽ അന്ന് അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു സാറേ? ടീമിലുണ്ടായിരുന്ന ഇവിടുത്തെ ജയചന്ദ്രൻ ഫോറസ്റ്ററാണ്, SFO എന്ന് പറയുന്നത്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്. അതേപോലെ നമ്മുടെ മിടുക്കനായ നമ്മൾ പയ്യുണ്ട് അനൂപ്, നമ്മുടെ ഒരു ഫോറസ്റ്റ് വാച്ചറാണ്. നമ്മുടെ RRT വാച്ചറാണ്. അവനൊരു ഡ്രോൺ ഓപ്പറേറ്ററും കൂടെയാണ് നമ്മുടെ. പിന്നെ അതോടൊപ്പം നമ്മുടെ അനിൽകുമാർ എന്ന് പറഞ്ഞൊരു മിടുക്കനായിട്ടുള്ള ഫോറസ്റ്റർ ഉണ്ടായിരുന്നു. യാദൃശ്ചികമായിട്ട് ഞങ്ങൾ 4 പേരും കൂടി അവിടെ ഒത്തുചേരുകയും ഒട്ടും സമയം കളയാതെ ഈ രക്ഷാപ്രവർത്തനത്തിന് മുന്നോട്ട് പോവുകയായിരുന്നു. ഞങ്ങൾ പരസ്പരം പ്രോത്സാഹിച്ചുകൊണ്ടിരുന്നു. പിന്തിരിയേണ്ട ഒരുപാട് ഘട്ടങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷേ ആർമിയോ ആര് വന്നു കഴിഞ്ഞാലും അങ്ങോട്ട് പോവില്ല. പക്ഷേ ഞങ്ങൾ അത്രയ്ക്കും ദുഷ്കരമായിട്ടുള്ള സ്ഥലമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാ അവിടെ പോയി എന്നുള്ള ചോദ്യം വരും. അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടില്ല. കാരണം നമുക്ക് പക്ഷേ ആ കുട്ടികളെ ഇത് രക്ഷിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഒരു ദിവസം ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു കുട്ടി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. കാരണം ഇവർ താമസിച്ച പാറപ്പത്തിൽ വെള്ളം കയറിയിരുന്നു. ആയതുകൊണ്ട് തന്നെ ഇപ്പുറത്തേക്കായിരുന്നു അവർ താമസിച്ചിരുന്നത്. എന്താ ഭക്ഷണം കിട്ടുന്നില്ല. പിന്നെ അവിടെ തണുപ്പ്, ഈ മഴ, ഇതെല്ലാം കൂടി ആകുമ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അനൂപ് തോമസ്.
അനൂപിൻ്റെ ഒരു ചെറിയൊരു പ്രതികരണം കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആക്കണമെന്നുണ്ട്. അവർ ആ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങൾ തിരക്കിലാണെന്നറിയാം, പക്ഷേ ഇന്നലത്തെ ആ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങളൊരു പ്രതികരണം എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്നാലും വളരെ ശ്രമകരമായൊരു ദൗത്യമായിരുന്നു അല്ലേ? വളരെ ശ്രമകരമായിരുന്ന ദൗത്യമായിരുന്നു. ഞങ്ങൾക്ക് തിരിച്ചെത്താൻ പറ്റുമെന്ന് വരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത്രയും അവസ്ഥയിലായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത്. പിന്നെ അവരുടെ ഒരു സാഹചര്യം കണ്ടപ്പോൾ നമുക്കിന് നമ്മുടെ കഷ്ടപ്പാടുകളൊന്നും അല്ലാണ്ടായി. അപ്പോൾ എന്താ പറയുക, വളരെ 5 കുട്ടികൾ അവിടെ ജനിച്ച കുട്ടികളാണ്, പുറലോകം കണ്ടിട്ടില്ലാത്ത. തീർച്ചയായും ദൈവത്തിന്റെ ഒരു ശക്തിയുണ്ട്. തീർച്ചയായും നമ്മൾ മറ്റ് എല്ലാവരുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ അത് സൈനികരോ മറ്റോ ആണ് എന്ന് നമ്മൾ ധരിക്കും. അത്ര റിസ്ക് ആയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയത്. അതിൽ സേവനം നൽകുന്ന നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. എന്നാലും ആ ടീം ഇപ്പോഴും മറ്റ് മേഖലകളിലേക്ക് അവരുടെ സേവനവുമായി ബന്ധപ്പെട്ട പോവുകയാണ്. അവരുടെ ആ സേവനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നമ്മളുടെ എല്ലാ വിഭാഗവും അത് ഒത്തൊരുമിച്ച് കൊണ്ടുള്ള ഒരു ശ്രമമാണ് നമ്മളുടെ ഓരോ രക്ഷാപ്രവർത്തന ദൗത്യത്തിലും ഉണ്ടാകുന്നത്. അത് വനം വകുപ്പ് ആയിക്കോട്ടെ, സൈന്യമായിക്കോട്ടെ, നമ്മുടെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, എല്ലാവരും അത് അത്തരത്തിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും സജീവമായ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ചൂരൽമലയുടെ വിവിധ ഭാഗങ്ങളിൽ അത് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് അല്പം മുമ്പ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഈ താഴ്വശത്ത് നിന്ന് 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തുവെന്ന്. അത് ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ തിരച്ചിൽ നടക്കുമ്പോൾ നമുക്ക് അത്തരത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടുന്ന ഒരു സങ്കടകരമായ അവസ്ഥയാണുള്ളത്. കാരണം സ്വാഭാവികമായി നമുക്കിനി അത് വീണ്ടെടുക്കുക എന്നുള്ളത് നമ്മളുടെ ഈ ഒരു ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം ഒരു പ്രദേശം മുഴുവൻ കുത്തിയൊലിച്ച് പോകുമ്പോൾ, ആ വീടുകളുടെ ഒരു അവശിഷ്ടങ്ങൾ പോലും ഇല്ലാതെ പോകുമ്പോൾ, ഇനി 4ാമത്തെ ദിവസമായ സാഹചര്യം, അപ്പോൾ പിന്നെ നമുക്ക് ഇനി ആ പ്രിയപ്പെട്ടവരുടെ ഒരു ജീവനറ്റ ശരീരമാണെങ്കിൽ അതെങ്കിൽ അത് ഇനി എടുക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പമാണ് ചില മേഖലകളിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. ഇന്ന് രക്ഷപ്പെടുത്തിയ 4 ആളുകളുണ്ട്. സ്വാഭാവികമായും അവരവിടെ ഇന്ന് ഒരു സുരക്ഷിതമായി തന്നെയാണ് അവിടെ കഴിഞ്ഞിരുന്നത്. പക്ഷേ അവർക്ക് പുറം ലോകത്തേക്ക് ഇറങ്ങി വരാൻ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു പ്രദേശത്തെ മുഴുവൻ നടുകെ പുലർത്തിക്കൊണ്ടാണ് ഈ ഒരു ദുരന്തം ഇവിടെ വ്യാപിക്കുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ സജീവമായ തിരച്ചിൽ ഓരോ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മരക്കുറ്റികളടക്കം വന്ന് ആ പ്രദേശത്ത് ചുറ്റിപ്പിണഞ്ഞ രീതിയിലാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ദൗത്യം വളരെ ശ്രമകരമാകുന്നതും നമുക്ക് അധികം സമയം വേണ്ടി വരുന്നതും. അത് ആ ഒരു ദൗത്യത്തിൻ്റെ ഏറ്റവും കഠിനമായ അല്ലെങ്കിൽ ഏറ്റവും പ്രയാസകരമായ സിറ്റുവേഷനിൽ കൂടി തന്നെയാണ് നമ്മൾ കണ്ടുപോകുന്നത്. ഇപ്പോൾ തന്നെ ആ JCBയിൽ മണ്ണ് കോരിയെടുക്കുമ്പോൾ അടക്കം നമുക്ക് കാണാൻ കഴിയും. അത് ആ ചെളി നിറഞ്ഞ ഒരു അവസ്ഥ. ആ പ്രദേശം മുഴുവൻ നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം പോലും നമ്മൾ വിട്ടുകൊടുക്കില്ല. കാരണം അത് അത്ര ഒരു കാര്യക്ഷമമായുള്ള ഒരു പരിശോധനയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തടസ്സങ്ങളുണ്ട്. വലിയ മരങ്ങൾ വന്ന് അടിഞ്ഞ് അത് ചില പ്രദേശങ്ങളിലേക്ക് നമുക്ക് നടന്നൊന്നും ഒരിക്കലും പോകാൻ പറ്റില്ല. ഈ മണ്ണുമാന്തി യന്ത്രം മാത്രമാണ് കടന്നു പോകുന്നത്. അതുപോലും പലയിടത്തും ചെളിയിൽ പൂണ്ട് നിൽക്കുന്ന അവസ്ഥയുണ്ട്. എന്നിട്ടും ആ ഒരു മരങ്ങളടക്കം മാറ്റിയുള്ള രക്ഷാദൗത്യം നമ്മളുടെ ഫയർഫോഴ്സിൻ്റെ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെല്ലായിടത്തും പല ടീമുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധനകൾ ഇതേ സമയത്ത് തന്നെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അവിടെ നിന്ന് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കം കൊണ്ട് മാറ്റുമ്പോൾ അവരതിന് നേതൃത്വം നൽകുന്നത് പ്രധാനമായും ഇറങ്ങി തപ്പുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാണുന്ന JCBയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തന്നെ, മണ്ണുമാന്തിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തന്നെ കാണാം, ഓരോ മണ്ണുമാന്തിയിലും നമ്മളുടെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ 3ഉം 4ഉം പേർ വെച്ച് അതിലുണ്ട്. അവിടെ ഇറങ്ങി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആരുടെയെങ്കിലും ശരീരം അവിടെ ഉണ്ടോ എന്നെങ്കിൽ ആ ചെളിയിലേക്ക് ഇറങ്ങിപ്പോയി അതിനെ ഇനി എടുക്കേണ്ടതുണ്ട്. അങ്ങനെ വിവിധ വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് നമ്മളുടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും സുരക്ഷാ സേനകളും ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാലിയാറിലെ തിരച്ചിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇപ്പോൾ ഇന്ന് തന്നെ 5ലധികം മൃതദേഹങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായി ലഭിക്കുന്നുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഇനി ക്രോഡീകരിച്ച് വരേണ്ടതുണ്ട്. ചിലയിടങ്ങളിൽ നിന്ന് ശരീരഭാഗങ്ങൾ മാത്രം ലഭിക്കുന്ന അവസ്ഥ അടക്കമുണ്ട്. ഏതായാലും
സജീവമായ രക്ഷാപ്രവർത്തനം തിരച്ചിൽ തുടരുന്ന മണിക്കൂറുകളാണ്. ഇന്ന് രാവിലെ ഉണ്ടായൊരു പ്രത്യേക സാഹചര്യത്തിൽ അത്തരത്തിൽ ആ വീടുകളിൽ സുരക്ഷിതയാരെങ്കിലും കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധനകൾ നടക്കുന്നുണ്ട്. അവർ അവിടെ ഭക്ഷണ സാധനങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും ഇനി അധിക ദിവസം അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ ഒറ്റപ്പെട്ട് കഴിയുക അത് പ്രയാസകരമായിരിക്കും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകൾ പോലും അത് വീടുകളിൽ സുരക്ഷിതരാണെങ്കിൽ പോലും നമ്മൾ പുറത്തേക്ക് എത്തിക്കുന്നത്. ആ ദൗത്യവും സൈന്യത്തിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അടക്കം ശരി ആസിഫ്, എന്തായാലും ആസിഫിലേക്ക് തിരിച്ചെത്താം, വിവരങ്ങൾ തേടാം.